ഹലോ ഹായ് കൂട്ടുകാരെ, നമുക്ക് കുറച്ച് ചുണ്ടയ്ക്ക കുറച്ച് തോരൻ വയ്ക്കാമേ. ചുണ്ടയ്ക്ക കുറേ ചുണ്ടയ്ക്കയുണ്ട്, നമുക്കിതെല്ലാം കൂടെ പറിച്ച് അപ്പം നമുക്ക് ചുണ്ടയ്ക്ക കുറച്ച് തോരൻ വയ്ക്കാം. അപ്പോൾ ഞാൻ പറിക്കട്ടെ. അങ്ങനെ നമ്മൾ ചുണ്ടയ്ക്ക പറിച്ചു. ചുണ്ടയ്ക്ക എല്ലാം പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടയ്ക്കയും ചക്കക്കുരും ഉള്ളിയെല്ലാം കൂടെ ഇട്ട് തോരൻ വയ്ക്കാം. അങ്ങനെ ചുണ്ടയ്ക്ക പറിച്ച് ഇറുത്തെടുത്ത് ഇതാ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ലിലാണ് ചതയ്ക്കുന്നത്, മൊത്തം ചതച്ചെടുത്തിട്ട്. അങ്ങനെ ചുണ്ടയ്ക്കയെല്ലാം പൊട്ടിച്ചെടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരുന്നു. അത് ഞാൻ അതുപോലെ ഇന്നലെ തീയൽ വെച്ച പാത്രം എന്തായിരിക്കുന്നത്, അത് നോൺ സ്റ്റിക്കായിരുന്നു. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരുന്നു. ഞാൻ തേച്ച് കഴുകി എടുത്തതാണ്. അത് നല്ല വെയിറ്റുള്ള പാത്രമാണ്. നമ്മൾ സാധാരണ അലുമിനിയം പാത്രങ്ങളാകുമ്പോൾ ഇത്രയും വെയിറ്റും കാണില്ല, ഇത്രയും ക്വാളിറ്റിയും കാണില്ല. വെറുതെ എന്തിനെടുത്ത് കളയണേന്ന് പറഞ്ഞ് ഞാൻ കഴുകി എടുത്തപ്പോൾ ഉണ്ട് നമുക്ക് തോരൻ വയ്ക്കാം, അതിനകത്ത് എല്ലാം ചെയ്യാം. അങ്ങനെ ഇനി കൂട്ടത്തിന് ഞാൻ ഈ ചക്കക്കുരു തൊലിക്കുന്നുണ്ട് ഉമ്മച്ചി. അങ്ങനെ ചക്കക്കുരു ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടേ. ഇനി വേവട്ടെ. അങ്ങനെ ചക്കക്കുരു ചുണ്ടയ്ക്കയും ഇവിടെ വെന്ത് ഇപ്പം നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് തേങ്ങയും മുളകും വറ്റലും മുളകിൻ്റെ പൊടിയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ഇവിടെ അരച്ചേക്കണം. അരച്ച് അതവിടെ ഇരുന്നു അരപ്പൊന്ന് വറ്റട്ട്, വെള്ളമൊന്ന് വറ്റിയിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ഇരുന്ന് അങ്ങനെ അതിനെടുത്ത് വെള്ളത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം ചിക്കൻ. ഇന്ന് മീൻ വാങ്ങിയില്ല, ഇന്ന് മീൻ വേണ്ടാന്ന് കരുതി. മീൻ വണ്ടി പോയിട്ട് മേടിക്കാൻ നോക്കിയപ്പം അത്ര കൊള്ളാവുന്ന മീനാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് മീൻ വാങ്ങിയില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അങ്ങനെ അതിനെടുത്ത് വെള്ളത്തിട്ട് അതിനെ ഫ്രൈ ചെയ്യാം. പിന്നെ ഇത്രയും തീയലും കൂടെ ഇന്നലത്തെ തീയൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഈ തീയലും ഫ്രൈയും ചിക്കൻ ഫ്രൈയും തോരനും ഒക്കെ മതിയെന്ന്. ഇന്നിങ്ങനെ പോട്ട് നമുക്ക് തോരൻ്റെ വെള്ളം വറ്റിയെന്ന് നോക്കാം. അങ്ങനെ തോരൻ്റെ വെള്ളം വറ്റി വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു വെന്തിട്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. ചക്കക്കുരു വേവാതെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചക്കക്കുരു കല്ലിച്ച് കിടക്കും, അതുകൊണ്ട് ചക്കക്കുരു വെന്തിട്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തോരൻ വെന്തിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എരി മുന്തി നിൽക്കുന്ന ഒരു ഉണ്ടമുളകാണ് ഞാൻ അരച്ചത്. പക്ഷെ വാപ്പാക്കത് പറ്റുമോ എന്തോ അറിയാൻ വയ്യ, അതുകൊണ്ട് തോനെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വാപ്പാക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് ഒന്നും കഴിക്കാൻ 80 വയസ്സ് പ്രായമുണ്ട് വാപ്പാക്ക്. അപ്പം അതിൻ്റേതായ ഒരുപാട് മരുന്നും ഗുളികയൊക്കെ കഴിക്കണ കാരണം വാപ്പാക്ക് എരിവ് അങ്ങോട്ട് പറ്റേയില്ല. എന്ത് കഴിച്ചാലും അപ്പാക്ക് അത് കഴിക്കുമ്പോൾ അത് മണ്ടേ കയറലും. ഡോക്ടറൊക്കെ കാണിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അങ്ങനെ അതുകൊണ്ട് എന്തൊരു വയ്ക്കുമ്പോഴും എരി കൂടിപ്പോവോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഓരോന്നും വയ്ക്കുന്നത്. കൂട്ടാങ്ങൾ വയ്ക്കുന്നതായാലും കറി വയ്ക്കുന്നതായാലും വെക്കുമ്പോൾ കഴിക്കാൻ പറ്റണില്ല മക്കളെ. എരിവെന്ന് പറയുമ്പോൾ അതൊരു വിഷമം. അങ്ങനെ തോരനായി ശകല നേരം നമ്മുടെ കിളക്കട്ടെ. തീയലിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് തീയലിൽ അങ്ങ് കൊടുക്കാമെന്ന് കരുതി. അത് ഓഫാക്കി. ഇതൊന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ വല്ലാത്തൊരു വയ്യായി കണക്ക്. അങ്ങനെ ഞാൻ എല്ലാം താമസിച്ച് അവിടെ ഇവിടെയൊക്കെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇന്നൊരു താമസിച്ചാണ് എഴുന്നേറ്റുന്നത്. രാത്രി ഉറങ്ങി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. 1:30 മണി കഴിഞ്ഞ് നല്ലൊന്നും ഉറങ്ങിയില്ല. എന്നിട്ടാണ് എന്തോ വല്ലാത്തൊരു ശരീരത്തിനൊക്കെ ഒരു അസ്വസ്ഥതയും തീർന്നു. അതുകൊണ്ട് ഞാൻ താമസിച്ചാണ് എണീറ്റ്. അതുകൊണ്ടൊന്ന് വേവിക്കാനൊക്കെ വലിയ ഒരു മടി കണക്ക്. പിന്നെ എന്തെങ്കിലുമൊക്കെ വയ്ക്കണ്ടേ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ നിന്ന് ചുണ്ടയ്ക്ക ഒന്ന് പറിച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്ന് തോരനുമായി. ചോറ് ഒന്ന് ഞാൻ വെളിയിൽ അടുപ്പിലാണ് ഇന്നും ചോറ് വയ്ക്കാൻ ഇട്ടേക്കുന്നത്. അപ്പം ഇന്നത്തെ ഊണിതൊക്കെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പുരട്ടി വെച്ചിരിക്കുകയാണ്. ചിക്കനും കൂടെ പൊരിക്കാം. ഞാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് മോന്
വേവിക്കുകയാണ്. അവൻ കഴിക്കുമോ എന്തോ, കഴിക്കാൻ വലിയ പാടാണ് അവന്. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിച്ച് കൊടുക്കുന്നത്. കൊടുത്ത് നോക്കാം കഴിക്കുമോ എന്തോ. ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ നമ്മളെ ഉച്ചയൂണ് ചോറ്, ചുണ്ടയ്ക്ക തോരൻ, ഇന്നലത്തെ തീയൽ, ചിക്കൻ ഫ്രൈ. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. ഓക്കെ ബൈ.